ഹലോ ഗൈസ്, അപ്പോൾ ഓരോ ദിവസം കൂടുന്നതോറും ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരെ പള്ളിയിലോട്ട് പോകും. ഈ വെയിലത്തും അതിനെ പോകുന്ന റിസ്ക് ആയതുകൊണ്ട് ഞാൻ അടുത്ത പള്ളിയിൽ ഇടയ്ക്ക് കുപ്പി വെച്ചുള്ള സ്കില്ലാണ് ആക്കാൻ. നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പുറത്തോട്ട് ഇറങ്ങിയ മൊത്തത്തിൽ മിനി മാർക്കറ്റ് സെറ്റപ്പ്. അതിന് അടുത്ത പരിപാടി ബിരിയാണി കിട്ടുമോ? ആ പറഞ്ഞത് തന്നെ 10 റിയാലിന്റെ ഒരു പുതിയ ഷോപ്പ് നമ്മളിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പ് തന്നെയാണ് ബിരിയാണി ബോൾ. ഇവിടെ ഏതെടുത്താലും 10. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സഫ്വാൻ. അവനാണ് ഹോട്ടലിന്റെ ബോൾ. ഉദ്ഘാടനത്തിന് കറക്റ്റ് സമയത്ത് എത്താത്തതുകൊണ്ട് ഈ ബിരിയാണി എല്ലാം തീർന്നു തുടങ്ങിയത്. പിന്നെ ലാസ്റ്റ് ഉണ്ടായ 4 ബീഫ് ബിരിയാണി നമ്മളങ്ങനെ കിട്ടി. ബിരിയാണിയൊക്കെ അടിപൊളിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശുഹദാപ്പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് വരുന്നത്. ഓ, ഈ പണ്ടാറപ്പള്ളി പിന്നെ പൊന്തിയോ? ഏയ് ഇല്ല, 2 ഇഞ്ച് താഴ്ന്നിട്ടുണ്ട്. മലയുടെ മണ്ടക്ക് പിന്നെ പോയിട്ട് വരാം. വൈകുന്നേരം ഇപ്പൊ യാമ്പൂന്ന് മെയിൻ ടീംസ് വന്നുകൊണ്ട് അവന്മാരായിട്ടൊന്ന് പുറത്തോട്ട് കറങ്ങാൻ മലയുടെ മണ്ട കയറുക എന്ന് തന്നെയാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ ബക്കാലേക്ക് കുറച്ച് സാധനം എല്ലാം കുറയ്ക്കാൻ വേണ്ടി നമ്മളവിടെ കറക്റ്റ് 6 മണിക്ക് തന്നെ ഇറങ്ങണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 6:30-7 മണി. യാമ്പൂലെ പ്രശസ്ത ബ്ലോഗർ സൂപ്പർ യാമ്പൂണ് ആ പുറകിരുന്ന് ഹായ് കാണിക്കുന്നത്. ഫസ്റ്റ് ടൈം പോയ വഴിയൊന്നും മാറ്റി പിടിച്ച് കഴിഞ്ഞപ്പോൾ നോക്കാത്തില്ല. അടിപൊളി വ്യൂ. 2 പള്ളി നല്ല അടിപൊളിയായിട്ടാണ്. നല്ല അടിപൊളി വ്യൂ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബക്കാലയിൽ നിന്ന് മേടിച്ച സാധനങ്ങളുടെ കാര്യം ഓർമ്മ. നേരെ അവിടെ നിന്ന് അതും കഴിച്ചുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന്. ഇനി അടുത്ത പരിപാടി കുറച്ചും കൂടെ മണ്ടക്ക് പോയാൽ നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അവന്മാരിക്കും. നേരെ അങ്ങോട്ട് കുറച്ചും കൂടെ മേളിൽ ചെന്നപ്പോഴാണ് അവിടെ രക്ഷയില്ലാത്ത കാറ്റുകൊണ്ട് രക്ഷയില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഫുള്ള് പൊളി തന്നെ. പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ അവന്മാരുടെ റൂമിലെത്തി ഫുഡും കഴിച്ച് ഇനി അടുത്ത പരിപാടി അവന്മാർക്ക് ഇന്ന് തന്നെ തിരിച്ച് യാമ്പു പോകണം. അതുകൊണ്ട് അവന്മാർക്ക് വയ്യും പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.